മോഡിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. EDയെ പേടിച്ചിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടും ഒരു കാര്യത്തിലും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. പല സീറ്റുകളിലും BJPക്ക് ഏറ്റവും ശക്തിയുള്ള സീറ്റുകളിൽ പോലും അവർ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ CPMന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയിരുന്നു. ഇത് പാർട്ടി അണികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. CPMഉം BJPയും രണ്ടുപേരും അവരുടെ അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡീല് നടത്തുന്നത്. ഇന്നത്തെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, ഇന്നിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണഗതിയിൽ ബാർ ലൈസൻസ് 5 കൊല്ലം കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ രഹസ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ മുമ്പിൽ ക്ലാസിഫിക്കേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകൾക്കെല്ലാം ലൈസൻസ് നീട്ടിക്കൊടുക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. കോടിക്കണക്കിന് രൂപ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ഉത്തരവ് കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ള സംശയമില്ല. കാരണം ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ ക്ലാസിഫിക്കേഷന് വലിയ താമസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പുതുക്കേണ്ട കാര്യത്തിൽ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് കാത്തു നിൽക്കാതെ, ആരും അറിയാതെ, സർക്കാർ വെബ്സൈറ്റിൽ പോലും പ്രസിദ്ധീകരിക്കാതെ രഹസ്യമായിട്ട് ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാം, നേരത്തെ സംഭവിച്ചറിയാം. ബാറുകളുടെ സമയപരിധി കൂട്ടിക്കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. അത് അഴിമതിയായിരുന്നു. ഇത് കൂടി അഴിമതിയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ബാർ ഉടമകൾ അവരാവശ്യപ്പെടുന്ന മുഴുവൻ ചെയ്തു കൊടുക്കുന്ന സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ഇത് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയം വേണ്ട. കോടിക്കണക്കിന് രൂപയാണ് ബാർ ഉടമകളിൽ നിന്നും ഈ CPM കൈപ്പറ്റിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബാർ ഉടമകളുടെ പൈസക്ക് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടൂറിസം വകുപ്പ്, ഞാൻ മനസ്സിലാക്കിയെടുത്തും കേന്ദ്ര ടൂറിസം വകുപ്പ് പല ബാറുകൾക്കും ക്ലാസിഫിക്കേഷൻ കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചിട്ടുള്ള അതുപോലെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു വർഷത്തേക്ക് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരു വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തു. ഇനി കേന്ദ്ര ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ ക്യാൻസൽ ചെയ്താൽ പോലും ആ ബാറുകൾ തുടരും. അപ്പോൾ ഇത് കൃത്യമായ ഒത്തുകളിയാണ്, ബാർ ഉടമകളുമായിട്ടുള്ള ഒത്തുകളിയാണ്. നേരത്തെ സമയം നീട്ടിക്കൊടുത്തു, ഇപ്പോൾ ഇതാ ലൈസൻസും അനധികമായി നീട്ടിക്കൊടുത്തു. ഇത് കൃത്യമായിട്ട് അത് കൂട്ടി വായിച്ചാൽ മതി. ആ ശബ്ദരേഖയുടെ ബാക്കി തന്നെയാണിത്. തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വാങ്ങിച്ച കോടിക്കണക്കിന്, അത് ചെറിയ പൈസയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ കാണുന്നില്ലേ നമ്മളെല്ലായിടത്തും ബോർഡുകളും ഹോർഡിങ്സും. എന്തൊരു ദൂർത്താണ് ഒഴുക്കാൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് കാര്യം സംശയമില്ല. ഇതിന് എക്സൈസ് മന്ത്രി മറുപടി പറയണം, മുഖ്യമന്ത്രി മറുപടി പറയണം. ഏത് സാഹചര്യത്തിലാണ് നീട്ടിക്കൊടുത്തത്? ടൂറിസം വകുപ്പ് അവർ തരുമായിരുന്നല്ലോ നടപടിക്രമങ്ങളനുസരിച്ച്. ടൂറിസം വകുപ്പ് പറഞ്ഞാൽ അപ്പോൾ നീട്ടിക്കൊടുക്കാം, അതാണ് നടപടിക്രമം. ടൂറിസം വകുപ്പിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കെ ഇത് നീട്ടിക്കൊടുത്തത്, ധൃതി പിടിച്ച് പരസ്യപ്പെടുത്താതെ നീട്ടിക്കൊടുത്തത് വളരെ വ്യക്തമാണ്. അഴിമതി നടത്താനാണ്, നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, നിങ്ങൾ കേരളമാകമാനം നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് കൂട്ടി വായിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വണ്ണമുള്ള തുറന്നു പറച്ചിലുകളുടെ കാലമാണിത്. ആ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അഭിപ്രായം പറയുന്നവൻ്റെ കാര്യം പോക്കാണ്. നമ്മൾ കണ്ടതാണ് പല ആളുകൾ. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയാൻ ആളുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകൻ്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നുള്ളതിന് ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്.
സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണമെന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണമെന്ന്. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇവിടെ സുധാകരനെതിരെ ഇപ്പോൾ അതിൻ്റെ സുധാകരൻ്റെ എതിരായിട്ടുള്ള പ്രയോഗത്തെക്കുറിച്ച്, ചെറ്റത്തരം എന്ന പ്രയോഗത്തെക്കുറിച്ച് പുതിയ ഡെഫിനേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതാക്കന്മാർ. ഇന്നലെ AK ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? ചെറ്റത്തരം, ആ ചാരുതയാണ്. ഇന്നലെ വേറെ ഒരാൾ, ഇന്നിപ്പം ബാലൻ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ല, രണ്ടും രണ്ടാണ്, ചെറ്റയും ചെറ്റത്തരവും രണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇത്തരം ഭാഷാ പ്രയോഗങ്ങളുടെ ഡെഫിനിഷൻ, നിർവചനം കണ്ടുപിടിക്കലാണ്. സുധാകരൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് വളരെ മോശമായിട്ടാണ്. താൻ പ്രകോപിപ്പിച്ചുകൊണ്ടല്ലേ? പ്രകോപനപരമായിട്ട് നിങ്ങൾ ഓരോന്നും കുത്തി കുത്തി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, അദ്ദേഹം പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാറില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും കുഴപ്പം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട നേതാവാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും താരതമ്യപ്പെടുന്നത്. സുധാകരനെ നിങ്ങൾ പ്രകോപിപ്പിച്ച് വാചകം പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യേണ്ട. മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന കാര്യത്തിൽ നമുക്കറിയാം നിങ്ങളുടെ ഒരു കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു. സംശയം എന്താ അവർക്ക്? അവിടെ മാത്രമല്ല, നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ റിസൾട്ട് എടുത്ത് നോക്കിക്കോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.